ദിനംപ്രതി പതിനായിരക്കണക്കിന് ഭക്തരും യാത്രക്കാരും ഒഴുകിയെത്തുന്ന ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് KSRTC ബസ് സ്റ്റാൻഡ്. എന്നാൽ നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഈ പൊതു ഇടം മാറുകയായി. പകൽ സമയങ്ങളിൽ യാത്രക്കാരുടെ തിരക്കിൽ അലയടിക്കുന്ന ഈ ഡിപ്പോ രാത്രിയാകുന്നതോടെ തെരുവിൽ അലയുന്നവരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സുരക്ഷിത താവളമായി മാറുകയാണ്. രാത്രികാലങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരും യാത്രക്കാരും ഭയത്തോടെയും അറപ്പോടെയുമാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത്. രാത്രിയായാൽ സ്റ്റാൻഡിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ചിലർ സംഘമായി കൈയടക്കുകയാണ്. ഇവിടെ എത്തുന്ന പലരും പ്രാഥമിക കൃത്യങ്ങൾ പോലും ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ നിർവഹിക്കുന്നതാണ് യാത്രക്കാരെയും ജീവനക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നത്. നേരം പുലരുമ്പോൾ ഇവരുടെ വിസർജ്യങ്ങളടക്കം വൃത്തിയാക്കേണ്ടി വരുന്ന ഗതികേടിലാണ് KSRTCയിലെ താൽക്കാലിക ജീവനക്കാർ. ഒരു ദിവസം 5 പേരാണെങ്കിൽ അടുത്ത ദിവസം അത് 10 ആകുന്ന അവസ്ഥയാണെന്നും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രം കണ്ണു തുറക്കുന്ന രീതി മാറ്റി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും വാർഡ് കൗൺസിലർ PM കൃഷ്ണപ്രിയ ആവശ്യപ്പെട്ടു. സ്റ്റാൻഡിൽ തമ്പടിക്കുന്നവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും സാമൂഹ്യ വിരുദ്ധരുമുണ്ടെന്നാണ് ഉയരുന്ന പ്രധാന പരാതി. മുൻകാലങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡിപ്പോയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ സേവനം ലഭ്യമായിരുന്നു. എന്നാൽ KSRTCയിലെ ചെലവ് ചുരുക്കൽ നടപടിയുടെ ഭാഗമായി ഈ തസ്തിക നിർത്തലാക്കിയതോടെയാണ് സ്റ്റാൻഡ് പൂർണ്ണമായും നാഥനില്ലാ കളരിയായി മാറിയത്. പ്രശ്നം പരിഹരിക്കാനും സ്റ്റാൻഡ് കയ്യേറുന്നവരെ ഒഴിപ്പിക്കാനുമായി KSRTC അധികൃതർ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും കാര്യക്ഷമമായ യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. തീർത്ഥാടന നഗരിയിലെത്തുന്ന ഭക്തർക്ക് സുരക്ഷിതമായി വന്നിറങ്ങാനും യാത്ര ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും വലിയൊരു അപകടം സംഭവിക്കുന്നതിനു മുൻപ് തന്നെ പോലീസും നഗരസഭയും KSRTC അധികൃതരും സംയുക്തമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. മൺസൂണിന് വരവേൽക്കാനായിട്ട് നമ്മുടെ ഓട്ടുപാറല്ല അതെ മക്കളെ, നമ്മുടെ ഓട്ടുപാറ വടക്കാഞ്ചേരിയുള്ള സിൽക്ക് കട ഒരുങ്ങി കഴിഞ്ഞിട്ടോ. ഇവിടുത്തെ എല്ലാ സ്റ്റോക്കും വിറ്റൊഴിക്കാൻ പോവാണെന്ന്. എന്തൊക്കെ ഐറ്റംസ് ആണ് കണ്ടേ? എന്നാ പോരും. ഈ കാണുന്ന എല്ലാ ഐറ്റംസും അപ് ടു 50% ഓഫിനാട്ടോ കൊടുക്കണേ. ടോപ്പുകളൊക്കെ 100 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന സെറ്റ് സാരി ഒക്കെ നോക്കി 249 രൂപ ഉള്ളൂന്ന്. ഈ പുതപ്പൂര് പീസിന് 89 ഉള്ളൂ കേട്ടോ. അതേപോലെ ഈ ഒരു പീസ് പുതപ്പിന് 149 ഉള്ളൂ കേട്ടോ. പാവാട 2 പീസിന് 150. മാക്സി ഒക്കെ 150 മുതലുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡബിൾ മുണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു പീസ് 150 ഉള്ളൂ കേട്ടോ. കാവിമുണ്ട് ഒരു പീസ് വെറും 100 ഉള്ളൂ കേട്ടോ. അതേപോലെ കളർ മുണ്ട് 2 പീസ് 150 ഉള്ളൂ. തോർത്ത് 4 പീസിന് 100 രൂപ. പാട്ടിൽ ഒരു പീസിന് 100 രൂപ. എടോ 2 പീസ് ലെഗിൻസിന് 150 ഉള്ളൂന്ന്. ഫാമിലി ബെഡ്ഷീറ്റ് ഒരു പീസ് 199 ഉള്ളൂ കേട്ടോ. ബ്ലാങ്കറ്റ് ഒരു പീസ് 299 ഉള്ളൂന്ന്. ഈ ഒരു പൊന്നാടക്കൊക്കെ ഉണ്ടല്ലോ വെറും 75 രൂപ ഉള്ളൂ കേട്ടോ. ട്രാക്ക് പാന്റ് ഒരു പീസ് 160. ബർമുഡ ഒരു പീസ് 99. ബ്ലൗസ് പിറ്റ് 2 എണ്ണം 100. കുട്ടികളുടെ നിക്കറ് 5 പീസ് വെറും 100 രൂപ ഉള്ളൂന്ന്. സെറ്റ് സാരി അതേപോലെ സെറ്റ് മുണ്ട് പകുതി വിലക്കാ കൊടുക്കണേന്ന്. ജെഗിൻസ് ഒക്കെ ഒരു പീസ് 100 രൂപ ഉള്ളൂ കേട്ടോ. ഷർട്ട് നോക്കി 200 രൂപ മുതലാട്ടോ ഇവിടെ സ്റ്റാർട്ടിങ്. അതേപോലെ ഷർട്ട് പീസ് അപ് ടു 50% ഓഫ്. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഓട്ടുപാറ വടക്കാഞ്ചേരിയിലെ സിൽക്ക് ഗാർഡനിലാണ് കേട്ടോ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.